അപകടത്തിന് ശേഷം ഷൈനും കുടുംബവും സഞ്ചരിച്ച കാറിന്റെ മുൻവശം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുൻവശത്തെ 2 എയർബാഗുകളും തുറന്നു. നിലവിൽ ധർമ്മപുരി പോലീസ് സ്റ്റേഷനിലാണ് കാർ ഉള്ളത്. വളരെ വലിയ അപകടമാണ് തമിഴ്നാട്ടിലെ പാലാക്കോട്, ധർമ്മപുരിക്ക് സമീപത്തുള്ള പാലാക്കോടിൽ വെച്ച് ഉണ്ടായത്. ഷൈൻ ടോം ചാക്കോയുടെ കാറാണിത്. ഈ കാറ് ഒരു ലോറിക്ക് പുറകിലേക്ക് ഇടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കാറിന്റെ ഈ അവസ്ഥ കണ്ടാൽ തന്നെ അത് എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു അപകടം എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും. ഡ്രൈവർ അനീഷാണ് കാർ ഓടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ അതുപോലെ അമ്മ, അച്ഛൻ, ഷൈൻ, ഇങ്ങനെ 5 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇതിൽ ഈ സീറ്റിൽ മുൻ സീറ്റിൽ ഡ്രൈവറും ഇവിടെ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനുമാണ് ഇരുന്നിരുന്നത്. ഇവിടെ ഷൈൻ്റെ അമ്മ ഇരുന്നിരുന്നു. തൊട്ടപ്പുറത്ത് അച്ഛൻ ഇരുന്നിരുന്നു. ഈ പുറകിലെ ഈ സീറ്റിൽ, ഏറ്റവും ബാക്കിലുള്ള ഈ സീറ്റിലാണ് ഷൈൻ ടോം ചാക്കോ കിടന്ന് ഉറങ്ങിയിരുന്നത്. ഈ സീറ്റിലാണ് ഷൈൻ്റെ അച്ഛൻ ഇരുന്നിരുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം ഇടിച്ച് ഈ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തല വന്ന് ഇടിച്ചു എന്നാണ് ഡ്രൈവർ അനീഷിൻ്റെ മൊഴി ഉള്ളത്. ഇതുകൂടാതെ മുൻ സീറ്റിൽ നമുക്ക് കാണാം 2 എയർബാഗുകളും പുറത്ത് വന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ. ഏതായാലും ആ എയർബാഗുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഡ്രൈവർക്കും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനും വലിയ പരിക്ക് പറ്റിയില്ല. ഇവിടെ നിന്ന് ഷൈന് ആ സീറ്റിന് ഇടയിൽപ്പെട്ടാണ് ഷൈൻ്റെ കൈക്ക് പരിക്കേറ്റത്. ഏതായാലും ഈ ഷൈനിൻ്റെ സഹോദരനും കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് പുറകിലെ സീറ്റിൽ നിന്ന് അമ്മ ഇടിച്ച് മുന്നിലെ സീറ്റിലേക്ക് വീഴുകയായിരുന്നു. അമ്മയ്ക്ക് സാരമായിട്ടുള്ള പരിക്ക് ഈ അപകടത്തിൽ പറ്റിയിട്ടുണ്ട്. അവരുടെ നടുവിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ബംഗളൂരുവിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് തുടർ ചികിത്സയ്ക്ക് പോവുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ കുടുംബവും കൂടി. അതായത് സാധാരണ വിവാദങ്ങളിൽ നിന്നൊക്കെ വിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു യാത്രയാണ് ഇങ്ങനെയൊരു കണ്ണീർ യാത്രയായിട്ട് മാറുന്നത്. പാലക്കാട് നിന്നും ക്യാമറാമാൻ വിനോദ് ഒറാഴയ്ക്കൊപ്പം കെ ബി ശ്രീധരൻ, മാതൃഭൂമി.